നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലർക്കണ്ടി. ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്നത്തെ ടിപ്സ്. അതിലൊന്ന് കോൺട്രാക്ടേഴ്സിന് വേണ്ടിയുള്ളതാണെങ്കിൽ മറ്റൊന്ന് ക്ലയൻറ്റിന് വേണ്ടിയുള്ളതാണ്. ചെരിഞ്ഞ മേൽക്കൂര സ്ലോപ്പ് സ്ലാബ് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പിഴവാണ് ഞാൻ പറയുന്നത്. പല സ്ഥലങ്ങളിലും സ്ലോപ്പ് പ്രൂഫ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് 4 ഇഞ്ച് ആണെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം കട്ട് ചെയ്യുന്നത് സ്ലോപ്പിൻ്റെ 90 ഡിഗ്രി വെക്കും. അതായത് ഷട്ടറിങ് എങ്ങനെയാണോ അടിച്ചിരിക്കുന്നത് അതിൻ്റെ 90 ഡിഗ്രി വെക്കും. അതുകൊണ്ട് തന്നെ അത് ചെരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്ലോപ്പ് എങ്ങനെയാണോ വരുന്നത് ആ ചെരിവ് നോക്കാതെ ചുമരിൻ്റെ 90 ഡിഗ്രി ആയിട്ട്, അതായത് നമ്മൾ ചുമര് എങ്ങനെയാണോ സൂപ്പർ സ്ട്രക്ചർ എങ്ങനെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതേ വെർട്ടിക്കൽ ലൈനിൽ ചെയ്യുക. അതല്ലാതെ സ്ലോപ്പിൽ ചെയ്യുന്ന സമയത്ത് ഇത് ചെരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ചെയ്താൽ ഈ സ്ലോ പ്രൂഫ് കാണാൻ ഭംഗിയുണ്ടാകില്ല. പല ജില്ലകളിലും ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഭംഗി സ്ട്രെയിറ്റ് കട്ട് തന്നെയാണ്. കേരള സ്റ്റൈൽ ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ സ്ലോ പ്രൂഫിൻ്റെ എഡ്ജിൽ ഈ ബോർഡ് വെക്കും, അതായത് തൂവാലപ്പലക വെക്കും. ഇങ്ങനെ ചെരിഞ്ഞ പ്രതലത്തിൽ ഇങ്ങനെയുള്ള മരത്തിൻ്റെ തൂവാലപ്പലക ഈ ബോർഡ് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ സ്ലോ പ്രൂഫിൻ്റെ അവസാനം 8 ഇഞ്ചിൻ്റെയൊക്കെ പലക ചില കോൺട്രാക്ടേഴ്സ് വെക്കും. അത് അവരുടെ കയ്യിലുള്ള പലക എടുത്ത് വെക്കുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ സ്ലോ പ്രൂഫിലൂടെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റ് മുഴുവനും ഒലിച്ച് ഇറങ്ങിയിട്ട് അവിടെ വന്ന് തങ്ങി നിൽക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് അതിങ്ങനെ വലിച്ചെടുക്കാനൊന്നും സാധിക്കില്ല. കോൺക്രീറ്റ് അവിടെ ഇങ്ങനെ കൂടി വരും. അതുകൊണ്ട് തന്നെ ഷട്ടറിങ് ഒക്കെ പൊളിച്ച് കഴിയുന്ന സമയത്ത് 4 ഇഞ്ച് കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് 12 സെൻറ്റിമീറ്ററോ 14 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ ഒക്കെ തിക്നെസ് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അവിടെ വെക്കുന്ന പലക 4 ഇഞ്ചിൻ്റെ പലക വെക്കുക. അങ്ങനെയാണെങ്കിൽ 4 ഇഞ്ചിൽ കൂടുതൽ തിക്നെസ് അവിടെ വരില്ല. പലപ്പോഴും എളുപ്പപ്പണിയെടുക്കാൻ വേണ്ടിയുള്ള പലക എടുത്തിട്ട് അടിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 4 ഇഞ്ച് പലക വെച്ചിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അടുത്തത് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. കാരണം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി തലേദിവസം ഷട്ടറിങ് ഒക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കോൺക്രീറ്റ് എങ്കിൽ തലേദിവസം പൈപ്പിങ് കോൺഡ്യൂട്ടൊക്കെ ഇടും ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള. തലേദിവസം കമ്പിയെല്ലാം കെട്ടി കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയിരിക്കും ഈ ഇലക്ട്രീഷ്യൻ ഈ പൈപ്പൊക്കെ ഇട്ട് പോകുന്നത്. ഇങ്ങനെ പിറ്റേ ദിവസം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇതിലെ കമ്പിയൊക്കെ ആകെ മറഞ്ഞു കിടക്കുന്നതൊക്കെ ആയിട്ട് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന കമ്പിയെല്ലാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആളുകളുടെ ഒരു പ്രവാഹമാണ് ഇത് കാണാനുള്ള. വീട്ടുടമസ്ഥൻ്റെ സുഹൃത്തുക്കൾ, അടുത്ത വീട്ടുകാർ, ബന്ധുക്കൾ ഇവരെല്ലാം വന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരുപാട് പ്രാവശ്യം നടക്കും. അതുകൊണ്ട് തന്നെ ഈ കെട്ടിവെച്ചിരിക്കുന്ന കമ്പിയെല്ലാം ക്രാങ്കെല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ടാകും. പിറ്റേ ദിവസം കോൺട്രാക്ടർ വന്നിട്ട് ഇതൊക്കെ എത്ര ശരിയാക്കാൻ ശ്രമിച്ചാലും വീണ്ടും ഈ പണി നടക്കുന്ന സമയത്ത് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ആളുകൾ ഹെഡ് ലോഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ നടക്കുന്ന സമയത്ത് ഇത് മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കമ്പി ക്രാങ്ക് മറിയുന്നതൊക്കെ ശരിയാക്കാൻ വളരെ ബുദ്ധിമുട്ടും. ഇത് കെട്ടുകമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടിയൊക്കെ ശരിയാക്കാൻ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ലാബാണ് മോശമാകുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ കോൺട്രാക്ടർ കമ്പിയെല്ലാം കെട്ടി എല്ലാം നോക്കി പോയിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയർ അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹവും അതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് അത് വിലയിരുത്തിയിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ടാകും. പിന്നെ ഒരു ഐഡിയയും ഇല്ലാതെ ഒരു പരിചയവുമില്ലാത്ത കുറേ ആളുകൾ വന്ന് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കോൺട്രാക്ടറും അതിൻ്റെ എഞ്ചിനീയറും നോക്കിയിട്ടുണ്ടാകും. ക്ലയൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടാണ്, അത് നന്നാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ അത് നന്നാക്കിയെടുക്കാൻ സാധിക്കും. മറ്റുള്ള എല്ലാവരും ഈ സ്ലാബിന് മുകളിൽ കയറി ഇങ്ങനെ കുറേ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് കേടാവുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത് എന്ന കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന് 2 ടിപ്സാണ് തന്നത്. ഒന്ന് കോൺട്രാക്ടർക്ക് വേണ്ടി, മറ്റൊന്ന് ക്ലയൻസിന് വേണ്ടി. രണ്ടും ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.